പെറ്റ്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എങ്ങനെ ഈ പെറ്റ്സ് നമ്മളിലേക്ക് വന്നു, മനുഷ്യനിലേക്ക് വന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ ഒരു ഉത്ഭവം മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ജീവിയാണ് നായ. ഇണക്കി വളർത്തിയ ജീവിയാണ് നായ. മെരുക്കി വളർത്തുന്നുണ്ട്, ഇണക്കി വളർത്തുന്നുണ്ട്. അതിൽ ഇണക്കി വളർത്തിയ നായ ബ്രീഡാണ് ഈ നായ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഫാമിലി ലൈഫിൽ. നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാരണമാണ് ഈ പെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ചില നിമിഷങ്ങളിൽ നമുക്ക് കൂട്ടിന് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ പെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെറ്റ്സിന്റെ പ്രധാന ഉദ്ദേശം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പെറ്റ്സിനെ വളർത്താനുള്ള കാരണം, ഒന്ന്, എനിക്ക് ഇതുപോലെ നേരിടുന്ന എന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന ചില സാഹചര്യങ്ങളും എനിക്ക് കൂട്ടിന് എന്റെ ഫ്രണ്ട് എന്ന് തോന്നുന്ന ഒരാൾ. സെക്കൻഡ്, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പം ആ ആൾ നേരെ തിരിച്ചു പോകാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ വസ്തുവകകൾക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഇതാണ് പെറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ എന്റെ മൈൻഡ് സെറ്റിൽ കാണുന്ന ഒരു സാധനം. ഇതിനകത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് വേണ്ട കെയറും അവർക്ക് വേണ്ട ഫുഡും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പെറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പെറ്റ്സിന് വേണ്ട ഫുഡും നമുക്ക് വേണ്ട ഫുഡും രണ്ടും രണ്ടാണ്. അവർക്ക് വേണ്ട കെയറും നമ്മൾക്ക് വേണ്ട കെയറും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അതിൽ കുറെ ചലഞ്ചസ് ഉള്ളത് തന്നെയാണ്. പെറ്റ്സിനകത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെറ്റ്സ് രണ്ട് ടൈപ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ. ലോങ് ഹെയർ ഉള്ള ബ്രീഡ്സ് ഉണ്ട്, ഷോർട്ട് ഹെയർസ് ഉള്ള ബ്രീഡ്സ് ഉണ്ട്. ഇതിൽ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിക്കാൻ പറ്റുന്നത്. ഇതിൽ ഷെഡിങ് കൂടുതലുള്ള ബ്രീഡ്സ് ഉണ്ട്, ഷെഡിങ് കുറവുള്ള ബ്രീഡ്സ് ഉണ്ട്. ഇവർക്ക് ഉണ്ടാകുന്ന രോമം കൊഴിച്ചില്, അതുപോലെ തന്നെ ഇവർക്ക് നേരിടാൻ പറ്റുന്ന വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവർക്ക് സ്കിന്നിനുണ്ടാകുന്ന അലർജീസ്, ഇവരുടെ ഫുഡിൽ ഡൈജഷൻ പരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ നിരവധി വൈറസ് ഉണ്ട്. ഇവരെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് പറ്റത്തക്ക രീതിയിൽ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള വൈറസ് പലതുണ്ട് പെറ്റ്സിന്. നമുക്ക് പറ്റില്ല. പെറ്റ്സ് ടു പെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പല വൈറസ് ഉണ്ട്. ആ വൈറസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും വലിയൊരു ബാധ്യത തന്നെയാണ്. നമ്മളൊരു പെറ്റ്സിനെ വാങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ട സപ്പോർട്ട്സ്, ഫുഡ്, സപ്ലിമെന്റ്സ്, മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫുഡ് എന്ന് പറയുന്നത് പപ്പി സ്റ്റേജിലുള്ളതും മിഡിൽ സ്റ്റേജിലുള്ളതും അഡൽട്ട് സ്റ്റേജിലുള്ളതും ഡിഫറെന്റ് ആണ്. അപ്പം പപ്പി സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിന് അല്ലെങ്കിൽ ഒരു പെറ്റിന് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 12% ആണ് മാക്സിമം ഒരു ദിവസത്തെ ടോട്ടൽ ഫുഡ്. ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്ക് ഒരു 6% എങ്കിലും അതിന് പെർ ഡേ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ ഫുഡ് കൊടുക്കണം. അഡൽട്ട് ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് 2.5% to 3% ആണ് അതിന് വേണ്ട ടോട്ടൽ ഫുഡ് കോസ്റ്റ് ഒരു ദിവസത്തേക്ക്. അപ്പൊ ഈ ഫുഡ് മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഈ ഫുഡ്, അതിന് കഴിച്ച ആഹാരം ദഹിച്ചു മാറണം. കൃത്യമായ അളവിൽ എവിടത്തേക്കൊക്കെ ഏതൊക്കെ അവയവങ്ങളിലേക്ക് ഏതൊക്കെ മിനറൽസും വൈറ്റമിൻസും ലഭിക്കണോ അതെല്ലാം കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അതിന് നല്ലൊരു പ്രോബയോട്ടിക് ആവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്കിൻ അതിന്റെ ഏറ്റവും പ്രധാനമാണ്, പ്രത്യേകിച്ചും ലോങ് ഹെയർ ആയിട്ടുള്ള ബ്രീഡുകളിൽ. ആ സ്കിന്ന് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നല്ല ഏതെങ്കിലും പെറ്റ് ഷാംപൂ, പെറ്റ് ഈ ഡ്രൈ വാഷ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമീകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ പെറ്റ്സിന്റെ ഹെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. എന്ന് പറഞ്ഞാൽ എപ്പോഴും പെറ്റ്സിന്റെ ഹെയർ ഡ്രൈ ആയിരിക്കണം. എന്നാൽ ഒരു ഓവർ ഡ്രൈ ആയിട്ട് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്.